കൃഷ്ണയ്ക്ക് എന്താ മറുപടി പറയുക എന്ന് അറിയില്ലായിരുന്നു. തൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് ഹരിയേട്ടനും പറഞ്ഞത്. താനും ഒരു പക്ഷേ തുറന്ന് സമ്മതിച്ചേനെ. മീനുച്ചേച്ചിയുടെ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ. തൻ്റെ തൊണ്ട വരണ്ടതുപോലെ അവൾക്ക് തോന്നി. എന്താ ഒന്നും പറയാത്തത്? കൃഷ്ണയുടെ മിണ്ടാതെ നിൽപ്പ് കണ്ട് ഹരി ചോദിച്ചു. ഹരിയേട്ടാ, ഞാൻ ഒന്ന് നിർത്തി. അവൾ ഉമിനീരിറക്കി നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് അമർത്തി തുടച്ചു. ഹരി. അല്പം ഉറക്കെയുള്ള വിളി കേട്ടാണ് ഇരുവരും തിരിഞ്ഞു നോക്കിയത്. യദുവാണ് വിളിച്ചത്. അവൻ മെല്ലെ നടന്നു ഹരിക്കും കൃഷ്ണക്കും അരികിലേക്കെത്തി. കൃഷ്ണ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൻ ഇരുവരെയും മാറി മാറി നോക്കി. എന്താ, എന്ത് പറ്റി രണ്ടുപേർക്കും? അവൻ സംശയത്താൽ ചോദിച്ചു. എന്ത് പറ്റാൻ? ഹരി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെന്താ മാറി നിൽക്കുന്നേ? ഞാൻ മാറി നിന്നു കാണുകയായിരുന്നു. എല്ലാവരും എന്ത് സന്തോഷത്തിൽ ആണല്ലേ? ഹരി ചോദിച്ചു. അതേടാ, ഈ ഔട്ടിംഗ് എന്തായാലും നന്നായി. എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ മനസ്സ് നിറയുകയാ. നമ്മുടെ കുടുംബം എന്നും ഇങ്ങനെ ഇതേപോലെ സന്തോഷത്തോടെ നിലനിൽക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച്, ഒരു വഴക്കോ പിണക്കമോ പരിഭവമോ ഇല്ലാതെ ഇങ്ങനെ തന്നെ. അവസാനത്തെ വാക്കുകളിൽ യദുവിൻ്റെ ശബ്ദം ഇടറുന്നത് കൃഷ്ണയും ഹരിയും ശ്രദ്ധിച്ചു. അതറിഞ്ഞിട്ടെന്നോണം ഹരി അവൻ്റെ തോളിൽ കൈ ചേർത്തു. തൻ്റെ കണ്ണുകളും നിറയുന്നത് കൃഷ്ണ അറിഞ്ഞു. യദു പറഞ്ഞ പോലെ ഒരിക്കലും ഈ കുടുംബത്തിൽ വഴക്കോ പിണക്കമോ ഉണ്ടാകരുത്. അത്രക്ക് ആഴമായി എല്ലാവരും തമ്മിൽ സ്നേഹിക്കുന്നു. അവൾ രവീന്ദ്രനെയും സതീശനെയും നോക്കി. കുട്ടികളോടൊപ്പം തിലമാരകളിൽ കളിക്കുകയാണ്. രണ്ടുപേരും സ്വന്തം മകളായത് തന്നെ കണ്ടിട്ടുള്ളത് അച്ഛ എന്ന് തന്നെയാണ് ഇരുവരെയും വിളിക്കുന്നതും. ഒരു മകളോടുള്ള എല്ലാ സ്നേഹവും കരുതലും തന്നിട്ടുണ്ട്. മീനാക്ഷി സ്വന്തം സഹോദരി തന്നെയാണ് തനിക്ക്. അത്രമേൽ ഇഷ്ടം തന്നോടുണ്ട്. ഒരനിത്യയോടുള്ള എല്ലാ പരിഗണനയും തന്നിട്ടുണ്ട്. യദവും അതേപോലെ തന്നെ. പിന്നെ അച്ചമ്മ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ തന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് മാത്രമല്ലേ ആരാരും ഇല്ലാഞ്ഞിട്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ധന്യ, ധ്വനി, ദേവിക എല്ലാവരും തൻ്റെ സഹോദരിമാരല്ലേ. തന്നോട് സ്നേഹമില്ലെങ്കിൽ പോലും ശോഭയും സുഭദ്രയും തൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ. പാർവതിയും രാധാകൃഷ്ണനും സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെയൊക്കെ മനസ്സിലും തന്നോടൊരു ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും നാൾ തനിക്ക് ചെമ്പകശ്ശേരി നിൽക്കാൻ പറ്റിയിട്ടുള്ളത്. ആരെങ്കിലും എതിർത്തിരുന്നെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വന്നേനെ. ഓരോന്നൊക്കെ ചിന്തിക്കും തോറും കൃഷ്ണക്ക് മനസ്സിന് ഭാരം അധികരിച്ചു. കണ്ണുകൾ നിറയുന്നത് ആരും കാണാതെ ഇരിക്കാൻ അവൾ മുഖം തിരിച്ചു. കുറേ നേരം കടലിലേക്ക് നോക്കി നിന്നു. നമുക്ക് തിരിച്ചാലോ ഹരി? നേരം വൈകുന്നു. യദുവിൻ്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അവൾ ഹരിയെ പാളിയൊരു നോട്ടം നോക്കി. അവനും എന്തൊക്കെയോ ചിന്തകളിൽ നിന്നും നെട്ടിയുണർന്നതുപോലെ അവൾക്ക് തോന്നി. പോകാം, എല്ലാവരോടും പറയും വെള്ളത്തിൽ ഇറങ്ങിയത് മതിയെന്ന് ഹരി യദുവിനോട് പറഞ്ഞു. വാ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. യദു ഹരിയെയും കൃഷ്ണയെയും കൂട്ടിക്കൊണ്ട് നടന്നു. കൃഷ്ണയിൽ നിന്നും മറുപടി കിട്ടാത്തത് കൊണ്ടാകും അവിടെ നിന്ന് തിരികെ പോകുമ്പോഴും ഷോപ്പിങ്ങിന് കയറിയപ്പോഴുമെല്ലാം ഹരിയുടെ കണ്ണുകൾ അത്തരം അവൾക്കുമേൽ ആയിരുന്നു. ഡ്രൈവിങ്ങിനും ഇടയിലും തൻ്റെ കണ്ണുകൾ മുറയിലൂടെ പിൻസിറ്റിയിലെ കൃഷ്ണയിലേക്ക് പോകുന്നത് അവൻ അറിഞ്ഞു. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായി അവർ ഒരു ഹോട്ടലിൽ കയറി. നാരായണിയമ്മയും രവീന്ദ്രനും സതീശനും അവരുടെ ഭാര്യമാരും ഒരു ടേബിളിൽ ചുറ്റുമായി ഇരുന്നു. പാർവതിയും രാധാകൃഷ്ണനും യാദവും യദുവും ഭാര്യയുമായി മറ്റൊരു ടേബിളിന് ചുറ്റും ഇരിപ്പുറപ്പിച്ചു. അവരോടൊപ്പം ഇരിക്കാൻ പോയ കൃഷ്ണയെ ഹരി പിടിച്ചു തൻ്റെ അരികിലായി ഇരുത്തി. ധന്യയും ദേവികയും ധ്വനിയും മീനാക്ഷിയുമാണ് അവരുടെ കൂടാതെ ഉണ്ടായിരുന്നത്. മീനാക്ഷി ഹരിക്ക് ഇടതുവശത്തും കൃഷ്ണ വലതുവശത്തുമായി ഇരുന്നു. ഫുഡ് ഓർഡർ ചെയ്തു കഴിഞ്ഞു. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കൃഷ്ണയുടെ മുഖം മ്ലാനമായിരുന്നു. ഇത്രയും നാൾ ഹരിയേട്ടനും മീനച്ചേച്ചിയും ആയിരുന്നു തന്നോട് മിക്കപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ തൻ്റെ കൂടെ കാണും രണ്ടുപേരും. മറ്റുള്ളവർക്ക് അത്ര ഇഷ്ടമാകുന്നില്ലെന്ന് കരുതി സ്വയമേ മാറി നിന്നാലും ഹരിയേട്ടൻ പിടിച്ചു കൂടെ നിർത്തും. ഹരിയേട്ടൻ്റെ ഇടവും വലവും കൃഷ്ണയും മീനാക്ഷിയുമാണെന്ന് ഏത് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഉള്ളാലി സന്തോഷം തോന്നിയിരുന്നു ഇത്ര നാൾ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ ആ സന്തോഷം തോന്നുന്നില്ല. എന്ന് ഹരിയേട്ടൻ തന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ. എന്നാൽ മീനുച്ചേച്ചിയും ഹരിയേട്ടനെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തോ താനൊരധികപ്പറ്റാണെന്ന് തോന്നുന്നു. കൃഷ്ണ മീനാക്ഷിയെ നോക്കി. ദേവികയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഹരിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് പാവം തോന്നി. നിഷ്കളങ്കമായി ചിരിക്കുകയാണ് മീനുച്ചേച്ചി, ഉള്ളിലൊരു പ്രണയത്തെയും ഒളിപ്പിച്ചുകൊണ്ട്. തൻ്റെ സ്നേഹത്തേക്കാൾ പ്രാധാന്യം മീനുച്ചേച്ചിക്കുണ്ടെന്ന് തോന്നിപ്പോയി. ഹരിയേട്ടനെ കിട്ടാൻ തന്നേക്കാൾ അർഹത മീനുച്ചേച്ചിക്കാണുള്ളത്. പലപ്പോഴും സംസാരത്തിൻ്റെ ഇടയിലെല്ലാം മീനുച്ചേച്ചിയുടെ കണ്ണുകൾ ഹരിയേട്ടനിൽ ഉടക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്.
മുടങ്ങാതെ വ്രതം നിൽക്കുന്നത് എന്തിനാണെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ആളെ കിട്ടാനാണെന്നും പറഞ്ഞതും പെട്ടെന്ന് തന്നെ അമളി പറ്റിയ പോലെ ചേച്ചി കണ്ണുകൾ ഇറക്കിയടച്ചതും അവൾക്ക് ഓർമ്മ വന്നു. അന്നതത്ര കാര്യമായി എടുത്തില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേച്ചിക്ക് ധാരാളം കല്യാണാലോചനകൾ വന്നതാണ്. ഉയർന്ന ഉദ്യോഗവും കുടുംബമഹിമയുള്ള ഒരുപാട് പേർ. എല്ലാം മീനുച്ചി തന്നെ ഓരോരോ മുടന്തൻ നയങ്ങൾ പറഞ്ഞു ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നു, മീനു വെച്ച് വ്രതം നോറ്റതും വരുന്ന ആലോചനകളെല്ലാം നിഷാദം എതിർത്തതും ഹരിയേട്ടനോടുള്ളടങ്ങാത്ത സ്നേഹം മൂലമാണെന്ന്. ചിന്തകൾക്ക് വിരാമം വിട്ടു കസേരയിലേക്ക് ചാഞ്ഞതും കണ്ടത് തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഹരിയേട്ടനെയാണ്. സംശയഭാവത്തിൽ നോക്കുകയാണ്. എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചതും ഒന്നുമില്ല അർത്ഥത്തിൽ തലയാട്ടി. ഫുഡ് കഴിച്ചു. രാത്രിയോടെ എല്ലാവരും തിരികെ എത്തി. മനോഹരമായ ഒരു ദിവസം കിട്ടിയതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടം ആയിരുന്നു. കുറച്ചു നേരം എല്ലാവരുമായി സംസാരിച്ചതിനു ശേഷം ഹരിയും അച്ഛനും അമ്മയും പോകാനായി ഇറങ്ങി. പോകുന്നതിന് മുമ്പായി കൃഷ്ണയോട് നാളെ സംസാരിക്കാം എന്ന് ഹരി ആംഗ്യം കാട്ടി. അവൾ നിർവികാരതയോടെ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. പുറത്തുനിന്ന് ആഹാരം കഴിച്ചതുകൊണ്ട് അടുക്കളയിൽ കാര്യമായ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ ഉറങ്ങാനായി കൃഷ്ണ മുറിയിലെത്തി. പക്ഷെ ഉറങ്ങാനാകാതെ അവൾ കണ്ണുകൾ അടച്ചു മേശന്മേൽ തലവെച്ച് കിടന്നു. ഓരോ ഓർമ്മകളിൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരണയായി ഒഴുകി. പല സമയത്തും ഹരിയേട്ടനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് പ്രണയം ആണോ എന്ന് അറിയില്ല. പ്രണയം ആണെന്ന് താൻ വിശ്വസിച്ചു. ഹരിയേട്ടൻ്റെ ഓർമ്മകൾ എഴുതിയ വരികൾ, പൊട്ട കവിതകൾ എല്ലാം പ്രണയം ആണെന്ന് മനസ്സിനോട് പറഞ്ഞു. ആഗ്രഹിക്കാൻ യോഗ്യതയില്ലെന്ന് തലച്ചോർ പറയുമെങ്കിലും ഹൃദയം അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അർഹതയില്ലാതെ ആഗ്രഹിച്ചതിനൊക്കെ കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഹരിയേട്ടൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ കൊതിച്ചിട്ടുണ്ട്. തന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞ് താനും തിരികെ അറിയിച്ചേനെ ഉള്ളിൽ ഒളിപ്പിച്ച ഇഷ്ടം. എന്നാലിന്ന് കൊതിച്ചത് കേട്ടപ്പോൾ മനസ്സ് തുറന്നൊന്നും സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. കുറേ നേരത്തെ ആലോചനകൾക്കൊടുവിൽ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് കൃഷ്ണ ഒരു തീരുമാനത്തിലെത്തി. രാവിലെ പതിവിലും നേരത്തെ ഹരി ചെമ്പകശ്ശേരിയിലെത്തി. അവൻ എത്തുമ്പോൾ പലരും ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോളിംഗ് ബെൽ അമർത്തിയതും കതക് തുറന്നത് സതീശനാണ്. ഇത്രയും രാവിലെ ഹരി വന്നതിൽ അയാൾക്ക് അതിശയം തോന്നി. നീ എന്താ ഇത്രയും രാവിലെ? ഇന്നലെ നേരത്തെ ചെല്ലണം ഹോസ്പിറ്റലിൽ. രാവിലെ ഒരു സർജറി ഉണ്ട് അമ്മാവ. സ്പെഷ്യൽ കേസാണ്. പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം അവൻ പറഞ്ഞു. എവിടെ എല്ലാവരും? ആരും എഴുന്നേറ്റില്ലേ? ഹരി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. എഴുന്നേൽക്കുന്ന സമയം ആകുന്നതല്ലേ ഉള്ളൂ, സതീശൻ കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലേ? തീപ്പെട്ടിക്കുള്ള എണീറ്റിൽ ഇതുവരെ? ഹരി ചുറ്റിനും നോക്കി. അവൾ അടുക്കളയിലുണ്ട്, പോയി വാങ്ങിക്കഴിക്ക്. ഓക്കെ. ലൈസൻസ് കിട്ടിയ സന്തോഷത്തിൽ അവൻ അടുക്കളയിലേക്ക് ചെന്നു. തിരക്കിട്ട പണികളിൽ ആയിരുന്നു കൃഷ്ണ. കതകിൽ വിരൽ കൊണ്ട് തട്ടി ഹരി ശബ്ദം ഉണ്ടാക്കി. തിരിഞ്ഞു നോക്കിയ കൃഷ്ണയിലും അവൻ രാവിലെ വന്നത് അതിശയം തോന്നി. ഇന്ന് നേരത്തെ ചെല്ലണം, ഒരു സർജറി ഉണ്ട്. അവൾ ചാദിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ മറുപടി നൽകി. അവൾ പുഞ്ചിരിച്ചു. തലേന്ന് രാത്രി കണ്ണീർ വാർത്തത്തിൻ്റെ അടയാളമെന്നോണം അവളുടെ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വീണു കിടന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹരി അത് കണ്ടുപിടിച്ചു. ഉറക്കം വിളിച്ചു പഠിക്കുന്നതിൻ്റെ ആണെന്ന് പറഞ്ഞു. അവൾ നിസ്സാരവൽക്കരിച്ചു. നീ എനിക്ക് കഴിക്കാൻ ഒന്നും തന്നില്ലല്ലോ? അടുക്കളയുടെ സ്ലാബിലേക്ക് കയറിയിരുന്ന് അവൻ ചോദിച്ചു. കഴിക്കാനാകുന്നതേ ഉള്ളൂ ഹരിയേട്ട. ചായ എടുക്കട്ടെ? എടുക്ക്. അവൾ ഒരു ഗ്ലാസ്സിൽ ചായ പകർന്നു അവന് നൽകി. ചൂട് ചായ ഊതിക്കൊടുക്കുന്നത് നോക്കി അവളും നിന്നു. നീ ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ? ഹരി ചോദിച്ചു. എന്ത് പറയാൻ? ഒന്നും അറിയാത്ത പോലെ അവൾ പറഞ്ഞു. എടീ, ഇന്നലെ ബീച്ചിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യം, നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? കണ്ണുകളിൽ ആകാംക്ഷ നിറച്ച് അവൻ വീണ്ടും ചോദിച്ചു. ഉണ്ടെങ്കിൽ ഉണ്ടോ? ഹരിയുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവനിൽ ഉടക്കി നിന്നു. പെട്ടെന്ന് നോട്ടം മാറ്റി അവൻ അടുത്തേക്ക് തിരിഞ്ഞു. പറ, ഉണ്ടോ? ഹരി വീണ്ടും അവൾക്ക് അഭിമുഖമായി ചോദിച്ചു. അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഹരിയേട്ടൻ എൻ്റെ നല്ല കൂട്ടുകാരൻ അല്ലേ? എൻ്റെ ആത്മമിത്രം. ആ ഒരു ഇഷ്ടമുണ്ട്. അല്ലാതെ ഹരിയേട്ടൻ ചോദിച്ചതുപോലൊന്നുമില്ല. ഉറപ്പാണോ? അതെ. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു കേട്ടോ, ഹരി പറഞ്ഞു. എന്തേ അങ്ങനെ തോന്നിയത്? ഒന്നുമില്ലടി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ട്. കൂടെ എന്ന് വേണമെന്ന് തോന്നിപ്പോയി. കൃഷ്ണ മറുപടിയൊന്നും പറയാതെ അവൻ്റെ വാക്കുകൾ കാതോർത്തു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നാളെ നീ ആരെങ്കിലും കല്യാണം കഴിച്ച് ദൂരേക്ക് പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? എന്നും നീ എൻ്റെ കൂടെ വേണം, എൻ്റെ കൂട്ടുകാരിയായിട്ട്.